PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിലെ 11ാമത്തെ ഓഡിയോയാണ്. നിങ്ങൾക്ക് ഈ ഓഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് GV രാജ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ K. മോഹൻദാസ്. കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ചത് എവിടെയാണ്? കുറ്റ്യാടി. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം. ഇരവഞ്ഞിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ചാലിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെയാണ്? ഗുരുവായൂർ. വല്ലാർപാടത്തെ എറണാകുളവുമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ? ഗോശ്രീ പാലങ്ങൾ. സമുദായത്തിന് പുറത്തുള്ളവരുമായി ബന്ധമുണ്ടായാൽ സാമൂതിരി സ്ത്രീകളെ സമുദായത്തിന് പുറത്താക്കിയിരുന്ന സമ്പ്രദായം? സ്മാർത്ത വിചാരം. ഗുരുവായൂർ സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ജനഹിത പരിശോധന നടത്തിയ താലൂക്ക്? പൊന്നാനി. മലമ്പുഴ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായ വർഷം? 1955. മയ്യഴിയെ ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച വർഷം? 1954. ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം? നിലമ്പൂർ. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതി കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ? കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ കരകൗശല ഗ്രാമം? ഇരിങ്ങൽ. CP രാമസ്വാമി അയ്യർക്കെതിരെ ദേശസേവിക സംഘം രൂപീകരിച്ച വനിതാ നേതാവ്? ആനി മസ്ക്രീൻ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ആദ്യത്തെ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമ വകുപ്പ് മന്ത്രി? ചാത്തൻ മാസ്റ്റർ. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം? 1913. വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ചത് ആര്? വീരേശലിംഗം. കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങളുടെ ലക്ഷ്യം? അയിത്തോച്ചാടനം. സഹപ്രവർത്തകർ സൂപ്രണ്ടയ്യ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ്? തൈക്കാടയ്യ. പോത്തങ്കരിയിലെ ഇരുട്ടര ദുരന്തം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദുരന്തം? വാഗൺ ട്രാജഡി. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്? പീലിക്കോട്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി? മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ? ഉപ്പളക്കായൽ. കാറ്റിൻ്റെ വേഗം അളക്കാനുള്ള ഉപകരണം? അനിമോമീറ്റർ. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം? നീലേശ്വരം. കരിവെള്ളൂർ സമരത്തിൻ്റെ നേതാവ്? K. ദേവയാനി. മലബാറിലെ കുടികിടപ്പ് നിയമ നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വില്യം ലോഗൻ. ചവിട്ട് നാടകം ഇന്ത്യയിൽ കൊണ്ടുവന്ന വിദേശികൾ? പോർച്ചുഗീസുകാർ. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച അമ്മയും കുഞ്ഞും എന്ന ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? പയ്യാമ്പലം കടൽപ്പുറം. കൊച്ചി എണ്ണ ശുദ്ധീകരണശാല പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത വർഷം? 1966. യുക്തിവാദി മാസികയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. മാപ്പിള കലാപകാരികൾ വധിച്ച മലബാർ കളക്ടർ? HB കെനോലി. 2003 നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിപ്പിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്.
കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്ന്? 1991 ഏപ്രിൽ 18. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം? പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം? പണിയർ. ലോകത്തിലെ ആദ്യത്തെ തേക്ക് പ്ലാന്റേഷൻ എവിടെയാണ്? നിലമ്പൂരിലെ കനോലി പ്ലോട്ട്. സേവന മികവിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യത്തെ നഗരസഭ? മലപ്പുറം. കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെട്ടിരുന്നത്? MT വാസുദേവൻ നായർ. സംസ്കൃത സാഹിത്യത്തിൽ നവയോഗിപുരം എന്ന് പരാമർശിക്കപ്പെടുന്ന സ്ഥലം? തിരുനാവായ. മാമാങ്കത്തിലേക്ക് ചാവേറുകളെ അയച്ചിരുന്ന രാജാവ്? വള്ളുവക്കോനാതിരി. മലബാർ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ 1922 ഫെബ്രുവരി 17 കോയമ്പത്തൂർ ജയിലിൽ തൂക്കിലേറ്റിയ സമരനായകൻ? അലി മുസ്ലിയാർ. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കും സൗത്ത് മലബാർ ബാങ്കും സംയോജിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് രൂപം കൊണ്ട വർഷം? 2013. ആട്യൻപാറ ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? മലപ്പുറം. മണിക്കിണർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാമാങ്കം. പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്? പെരുമാട്ടി. അരയവംശ പരിപാലന യോഗം രൂപീകരിച്ചത് ആര്? ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കൊച്ചി ദിവാൻ? RK ഷൺമുഖം ചെട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം? തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല? തൃശ്ശൂർ. സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കേരളത്തിലെ ഏക കോർപ്പറേഷൻ? തൃശ്ശൂർ. നല്ല ഭാഷ എന്ന കൃതി രചിച്ചത് ആര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി? പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം? 1818. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം? 1964. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം? 1978. കേരള കൊങ്കിണി അക്കാദമി എവിടെയാണ്? എറണാകുളം. കേരള പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓടക്കാലി. തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിതമായ വർഷം? 1943. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ്? വെല്ലിംഗ്ടൺ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ദ്വീപ്? വൈപ്പിൻ. ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചത് ആര്? ഡച്ചുകാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെട്ടിരുന്നത്? ചിന്നാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന എഞ്ചിനീയർ? ജോൺ പെന്നിക്വിക്ക്. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്? നെല്ലിക്കാമ്പട്ടി. ഇടുക്കി ജില്ലയിൽ എവിടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്? രാമക്കൽമേട്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ? റാണി പത്മിനി. കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇടപ്പള്ളി. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി? എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ്.
കേരളത്തിൽ വെളുത്തുള്ളി കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം വട്ടവട, അത് ഇടുക്കി ജില്ലയിലാണ്. പഴശ്ശിരാജ സ്മൃതി കുടീരം എവിടെയാണ്? മാനന്തവാടി. തമിഴ്നാടുമായും കർണാടകവുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക്? സുൽത്താൻ ബത്തേരി. കാന്തൻപാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? വയനാട്. ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ പഞ്ചായത്ത്? ശ്രീകണ്ഠപുരം. 3 സീകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം? തലശ്ശേരി. അത് 3 സി എന്ന് പറയുന്നത് സർക്കസ്, ക്രിക്കറ്റ്, കേക്ക്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം? കൊച്ചി. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ? ചാൾസ് ഡയസ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആര്? AK ആൻ്റണി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാരുള്ള ജില്ല? വയനാട്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത? സിസ്റ്റർ അൽഫോൻസ. തരിശാപ്പള്ളി ശാസനവുമായി ബന്ധപ്പെട്ട രാജാവ്? സ്ഥാണു രവി. മുഖ്യമന്ത്രിയായ ആദ്യ മലയാളി വനിത? ജാനകി രാമചന്ദ്രൻ. വയലാർ അവാർഡ് നേടിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവൽ രചിച്ചതാര്? UK കുമാരൻ. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം? ലണ്ടൻ. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്ന്? 2012 ജൂലൈ 1. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ സ്ഥാപിച്ചതെവിടെ? നെട്ടുകാൽ തേരി, തിരുവനന്തപുരം ജില്ലയിലാണ്. മിൽമ സ്ഥാപിതമായത് എന്ന്? 1980 ഏപ്രിൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ താലൂക്ക്? കുന്നത്തൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള സ്ഥലം? കുണ്ടറ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? സലിം അലി. പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല? വയനാട്. ഐക്യരാഷ്ട്രസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് ആര്? മാതാ അമൃതാനന്ദമയി. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം? പുനലൂർ. ഉത്തരവാദ പ്രക്ഷോഭം നയിച്ച വനിതാ നേതാവ്? അക്കാമ ചെറിയാൻ. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്? തെഹ്രി. ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന പേര്? തുലാവർഷം. നാടുകാണി ചുരം ഏത് ജില്ലയിലാണ്? മലപ്പുറം. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ടിരുന്നത്? 1924 വെള്ളപ്പൊക്കമാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏത്? അഷ്ടമുടിക്കായൽ. മലയാളം അച്ചടിയുടെ പിതാവ്? ബെഞ്ചമിൻ ബെയ്ലി. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ്? കോഴിക്കോട്. മലബാർ മാനുവൽ തയ്യാറാക്കിയ വർഷം? 1887. 1887. മുത്തങ്ങ സമരം നടന്നത് എവിടെയാണ്? വയനാട്ടിലാണ്. വർഷം 2003 ഫെബ്രുവരി 19. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭിച്ച ദിവസം? 1947 ജൂൺ 12. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ രാഷ്ട്രപതി? ഡോക്ടർ APJ അബ്ദുൽ കലാം. വർഷം 2005. ഗാന്ധിജി എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്? 1 തവണ. വല്ലഭായ് പട്ടേലിന് ഗാന്ധിജി നൽകിയ പദവി? സർദാർ.
ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് എവിടെ? ജോഹന്നാസ്ബർഗ്. കേരളത്തിൽ തീവണ്ടി പാതകളില്ലാത്ത 2 ജില്ലകൾ. ഇടുക്കി, വയനാട്. ഗാന്ധിജി ഏത് ഭാഷയിലാണ് ആത്മകഥ എഴുതിയത്? ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിയും ഗോഡ്സെയും എന്ന പുസ്തകം രചിച്ചത് ആര്? NV കൃഷ്ണവാര്യർ. ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. തൻ്റെ പിന്തുടർച്ച അവകാശിയായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരത്തിന് കാരണം? അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ്. ഗാന്ധിജി വൈക്കം സന്ദർശിച്ച വർഷം? 1925. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം? യങ് ഇന്ത്യ. 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച ISROയുടെ ദൗത്യം? PSLV-C 17. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. ഗാന്ധിജിയെ സിവിൽ ആജ്ഞാ ലംഘന സമരം നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ച സംഭവം? ചൗരി ചൗര സംഭവം. ഗാന്ധിജിയുടെ സമരരീതിയിൽ അടിയുറച്ച പ്രമാണം? അഹിംസ. നിസ്സഹകരണ പ്രസ്ഥാനം തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം? 1920 കൽക്കട്ട സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലെ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി? ഗാന്ധിജി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ മഹാത്മാഗാന്ധി വാരിക പ്രസിദ്ധീകരണം തുടങ്ങിയത് എപ്പോൾ? 1904. ദേശീയ സുരക്ഷാ ദിനം? മാർച്ച് 4. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡൻ്റ് ആയത് എപ്പോൾ? 1920. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായിരുന്ന സ്ഥലം? മധുര. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ഇർവിൻ പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ദണ്ഡിയാത്രയെ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം? രാജസ്ഥാൻ. വർഷം 1959. 1959. സ്വാതന്ത്ര്യകാലത്ത് ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെ? കൽക്കട്ടയിലെ ഗ്രീൻ പാർക്കിൽ. ഹിന്ദി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷ? തെലുങ്ക്. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? മക്മോഹൻ രേഖ. ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ? റാഡ്ക്ലിഫ് രേഖ. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്? ലക്നൗ സമ്മേളനത്തിൽ വെച്ച്. വർഷം 1916. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? മെക്കാളെ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ആരെയാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ ഘാതകനാണ്. ബുദ്ധസന്യാസി മഠങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വിഹാരങ്ങൾ. ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്ന നഗരം? ബാംഗ്ലൂർ. സാമുദായിക സംവരണം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ഭരണപരിഷ്കാരം? മിൻറ്റോ മോർലി. ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റോയ്. ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ? ദേവേന്ദ്രനാഥ് ടാഗോർ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇബ്നു ബത്തൂത്ത. ഇന്ത്യയുടെ ദേശീയ ഗീതം? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ? ശകവർഷ കലണ്ടർ.
ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കെ2. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. 90% ഭൂപ്രദേശം വനഭൂമിയായ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഇന്ത്യയുടെ. താങ്ക് യു.